തേപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. തേപ്പ് പലവിധം ഉണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ഈ തേപ്പിനെ കുറിച്ചാണ്. തേപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ വീട് ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു ആദ്യ പടിയാണല്ലോ തേപ്പ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ വീടിനെ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രോസസ്സാണ് തേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ തേപ്പ് ഉൾഭാഗം മുഴുവൻ നമ്മൾ വീടിന്റെ ഉൾഭാഗം മുഴുവനും തേക്കുക അതിന് വേണ്ടിയിട്ടാണ്, ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പുറം ഭാഗം തേക്കുന്നത് ഫിനിഷിങ്ങിന് മാത്രമല്ല, ഫിനിഷിങ്ങിനും നമ്മുടെ വീടിന് ഒരു പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തേപ്പിന്റെ ഉൾഭാഗമൊക്കെ 6:1 ലെവലിൽ തേച്ചാലും മതി. പുറം ഭാഗം നമ്മളൊക്കെ തേക്കണ് 5:1 ലെവലിലാണ്. ചുമരായാലും സീലിംഗ് ആയാലും ഒക്കെ 6:1 ലെവലിൽ തേച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും വരാനില്ല. പുറം നമ്മൾ പറഞ്ഞ പ്രൊട്ടക്ഷൻ കൂടിയാണ്, അപ്പൊ ഒന്ന് സ്ട്രോങ് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വെറുതെ ആലോചിച്ച് ചിന്തിക്കേണ്ടതില്ല. പിന്നെ അതിനെ കുറിച്ച് റേറ്റുകളെ കുറിച്ചാണ്. അതേപോലെ സിമെന്റ് പറഞ്ഞാല് ഒരു എ ഗ്രേഡ് സിമെന്റിൽ ഏത് നമുക്ക് തേപ്പിന് ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു കമ്പനി ഒന്നുമില്ല. എല്ലാ കമ്പനിയും അതിൻ്റെതായ പ്രൊട്ടക്ഷൻ നമ്മളെ വീടിന് തരും. കാരണം എല്ലാ കമ്പനിയും നമുക്ക് ഉപയോഗിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും കാലത്തിന്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തേപ്പിന്റെ പൊടിയിലാണ് പീസാൻഡ് ശരിക്കും 3 തരം ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി, മാക്സിമം ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി. തേർഡ് ക്വാളിറ്റിക്ക് ഒരിക്കലും പോയത്. പിന്നെ എന്താ വെച്ചാൽ തേർഡ് ക്വാളിറ്റി നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ വണ്ടിയിലൊക്കെ ഇറക്കുമ്പോൾ വണ്ടിക്കാരോട് പ്രത്യേകം പറയണം. അതേമാതിരി തന്നെ പിന്നെ ചെറിയൊരു തരി വേണം തേപ്പിന്റെ മണലിൽ. ചെറിയ തരിയോട് കൂടിയ മണൽ വേണം. അതല്ല പച്ച നൈസായ തേപ്പിന് ഉറപ്പ് വളരെ കുറവേക്കാറും. അതുകൊണ്ട് ചെറിയ തരില്ല പീസാൻഡ് ഉപയോഗിക്കുക. പിന്നെ ഇതേമാതിരി ചോറുകളുണ്ട്. ഇപ്പൊ ഫ്രണ്ടേജ് ഇതേമാതിരി ചോറുകളൊക്കെ നമ്മൾ മാക്സിമം തൂക്ക ലെവലിൽ തേക്കട്ടെ. അതേമാതിരി ചെറിയ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലൊന്നും നമ്മൾ കുറെ തൂക്കം നോക്കിയാണ് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. അവയൊക്കെ നമുക്ക് വെറുതെ കുറെ ലേബർ ചെലവ് വരുത്തുന്നല്ലാതെ ആയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മള് വീടിന്റെ ഒക്കെ ഉൾഭാഗം അതുപോലെ ഫ്രണ്ടേജും ഒക്കെ തൂക്കത്തിൽ ലെവലിൽ തേക്കണം. എന്നാലും ചിമ്മിണിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാതെ നമ്മൾ തൂക്കം നോക്കിയാണ്ട് ടൈം കളയേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കുറെ കൂലിച്ചെലവ് വരുത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും ഉള്ള സംശയമാണ്. കാരണം തേപ്പിനെ കുറിച്ച് നമുക്ക് അറിവ് കുറവേക്കാറും. അപ്പൊ നമ്മളിപ്പോ ഒരു വീട് തേക്കാൻ ഒരുങ്ങുമ്പോ ഒരു 4-5 ആൾക്കാർ വന്ന് നോക്കിയാൽ 5 റേറ്റേക്കാരും പറയാം. അപ്പൊ എന്താണ് ആ വ്യത്യാസം വരാനുള്ള കാരണം? 5 റേറ്റ് പറയുമ്പോ എന്താണ് അത്രയും വ്യത്യാസം വരാനുള്ള കാരണമൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ റേറ്റിനെ കുറിച്ചാണ്, പരമാവധി എത്ര റേറ്റ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കൂലിച്ചെലവ് എത്ര വരും, അതുപോലെ തന്നെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് തേക്കാൻ ഒരു വീട് 1000 സ്ക്വയർ ഫീറ്റ് വീട് തേക്കാൻ എത്രയാണ് നമുക്ക് ചെലവ് വരിക എന്നുള്ളതിനെ കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.